നമസ്കാരം. ആവശ്യമെങ്കിൽ ഇന്ത്യ ചൈന തർക്കത്തിൽ ഇടപെടാമെന്ന വാഗ്ദാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി സംഘർഷങ്ങളെ കുറിച്ച് സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് വിഷയത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നുവെന്നും വേണമെങ്കിൽ പ്രശ്ന പരിഹാരത്തിനായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാമെന്നും അറിയിക്കുകയായിരുന്നു. താൻ ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോൾ അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾ വളരെ ക്രൂരമാണ്, അവ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് കരുതുന്നുണ്ട്. തനിക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കാൻ താൻ ആഗ്രഹിക്കുന്നു, കാരണം പ്രശ്നങ്ങൾ അവസാനിക്കണം എന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. കോവിഡ് വ്യാപനത്തിന് മുൻപ് ചൈനയുമായി വളരെ നല്ല ബന്ധമായിരുന്നു നിലനിന്നിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ചൈനയുമായി നമുക്ക് വളരെ നല്ല വ്യാപാര ബന്ധം ഉണ്ടായിരിക്കുമെന്ന് താൻ കരുതുന്നുണ്ടെന്നും ട്രംപ് പറയുകയാണ്. കോവിഡ് വരെ ചൈനീസ് പ്രസിഡന്റ് ഷിയുമായി വളരെ നല്ല രീതിയിൽ ഇടപഴകാറുണ്ടായിരുന്നു, അതൊരു വലിയ പാലമായിരുന്നു എന്നും ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. അതേസമയം 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോഴുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്പരം പ്രയോജനകരമായ ഒരു വ്യാപാര കരാർ എത്രയും നേരത്തെ അന്തിമമാക്കുന്നതിനായി നമ്മുടെ ടീമുകൾ പ്രവർത്തിപ്പിക്കും. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ എണ്ണ, പ്രകൃതിവാതക വ്യാപാരം ശക്തിപ്പെടുത്തും, ഊർജ്ജ അടിസ്ഥാന സൗകര്യ മേഖലകളിലെ നിക്ഷേപവും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മേഖല ശക്തമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൽ അമേരിക്കയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. തന്ത്രപരവും വിശ്വസനീയവുമായ പങ്കാളികൾ എന്ന നിലയിൽ സംയുക്ത വികസനം, സംയുക്ത ഉൽപാദനം, സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ ദിശകളിലേക്ക് തങ്ങൾ സജീവമായി നീങ്ങുകയാണ്. പുതിയ സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും വരും കാലങ്ങളിൽ തങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കും. ഓട്ടോണമസ് സിസ്റ്റംസ് ഇൻഡസ്ട്രി അലയൻസ് ആരംഭിക്കാൻ തങ്ങൾ തീരുമാനിച്ചതായും അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദശകത്തിലേക്കുള്ള പ്രതിരോധ സഹകരണ ചട്ടക്കൂട് സൃഷ്ടിക്കപ്പെടും. പ്രതിരോധ പ്രവർത്തന സഹകരണ ക്ഷമത, ലോജിസ്റ്റിക്സ് പിന്തുണ, അറ്റകുറ്റപ്പണികളും പരിപാലനവും എന്നിവ ഇതിന്റെ പ്രധാന ഘടകങ്ങളായിരിക്കും. 21-ാം നൂറ്റാണ്ട് സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ ഒരു നൂറ്റാണ്ടാണ്. ജനാധിപത്യ മൂല്യങ്ങൾ വിശ്വസിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സാങ്കേതിക മേഖലയിലെ അടുത്ത സഹകരണം മനുഷ്യരാശിക്ക് മുഴുവനും പുതിയ ദിശയും ശക്തിയും അവസരങ്ങളും നൽകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം ബയോടെക്നോളജി, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പങ്കാളിത്തം ജനാധിപത്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും അതിന്റെ സംവിധാനങ്ങളെയും അടിവരയിടുകയാണ്. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഇതിൽ ക്വാഡിന് പ്രത്യേക പങ്ക് വഹിക്കാനാകുമെന്നും മോദി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്.